ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ദേ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ആൻറ്റിക് ബോട്ടിൽ തയ്യാറാക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതേ ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂവിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോട്ട് പോഡ്സൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ കുറച്ചും കൂടി വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിലിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ടിഷ്യൂ പേപ്പറാണ് ഈ ഒരു ചെറിയ ബോട്ടിലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്ലേ വെച്ച് ഡിസൈൻസും അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോൻ്റെ ഒരു പാറ്റേണും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ആക്ച്വലി എനിക്ക് കിട്ടിയത് നമ്മൾ കാറിലൊക്കെ കുറച്ച് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ഐറ്റംസ് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നെറ്റിപ്പട്ടവും ഗുരുവായൂരപ്പൻ്റെയും കൂടി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് പഴയതായപ്പോൾ കളയാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനത്തെ ഒരു ബോട്ടിൽ, ഒരു ആൻറ്റിക് ബോട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ആ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 സൈഡിലും ഞാനത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു എയർ ഡ്രൈ ക്ലേ എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് 2 സൈഡിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചു വെച്ച ക്ലേ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റിഫിൽ എടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഡോട്ട്സ് പോലെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻസിൽ വെച്ചിട്ടായാലും ഇങ്ങനത്തെ ഒരു സെയിം പ്രൊസീജിയർ ചെയ്തെടുക്കാം കേട്ടോ. ക്ലേ ഒക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ആ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് കളർ അക്രിൽ പെയിൻറ്റ്സ് അപ്ലൈ ചെയ്ത ഭാഗങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലേക്കായിട്ട് നമുക്ക് ഗോൾഡ് ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് മെറ്റാലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ എയർ ഡ്രൈ ക്ലേ വെച്ച് ഡിസൈൻ ചെയ്ത ഭാഗങ്ങളിലാണ് ചെയ്ത് കൊടുക്കുന്നത്. പറ്റുമെങ്കിൽ കൂടുതൽ ഈ കൈവിരൽ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആദ്യമേ തന്നെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങായിപ്പോവും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ കയ്യിൽ കുറച്ചെടുത്തതിന് ശേഷം പതുക്കെ ഓരോ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബോട്ടിലിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒരു ആൻറ്റിക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിന് ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് കൈവച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോട്ടിലെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മഞ്ചാടിക്കുരുക്കളാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് കുഞ്ഞിക്കുരു വരയ്ക്കുക, അതുപോലെ തന്നെ മഞ്ചാടിക്കുരു വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തപ്പോഴാണ് ഇത് എന്തുകൊണ്ട് അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തുകൂടാ എന്ന് ചിന്തിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ചാടിക്കുരുകൾ കുറേ നാളുകളായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ഇത് സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ ഇത് കുറച്ച് കളറൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ കളറ് ഡാർക്കായിട്ടുള്ളത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ലൈറ്റ് ഷെയ്ഡുള്ള മഞ്ചാടിക്കുരുകളൊക്കെ തപ്പിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പുതിയ മഞ്ചാടിക്കുരുക്കളും അതുപോലെ തന്നെ പഴയ മഞ്ചാടിക്കുരുക്കളും തമ്മിൽ വളരെയധികം കളറിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഓവറായിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചില്ല. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മഞ്ചാടിക്കുരുക്കൾ ബാക്കിയുണ്ട്, പക്ഷേ അത്യാവശ്യം ഒട്ടിച്ചു കൊടുത്തു. ഇനി കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബോറായി തോന്നും.
പരമാവധി പറ്റുന്ന മഞ്ചാടിക്കുരുക്കളൊക്കെ ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്യാപ്പ് വയ്ക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ സ്റ്റേജ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൻറ്റിക് ലുക്ക് കിട്ടുന്നുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യാത്ത കാരണം കൊണ്ട് ഇതിനൊരു ഗ്ലോസി ഫിനിഷിംഗ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നാളെ ലാസ്റ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.